ഇതിൽ ഡോക്ടർ അരുണാണ് ഇതിൽ ഇനി കാര്യങ്ങൾ പറയേണ്ടത്. കാരണം ഡോക്ടർ അരുണിനെയാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത്. ഡോക്ടർ അരുണിനെതിരെയാണ് വ്യാജ പ്രചാരണം നടക്കുന്നത്. നമ്മൾ ഈ ചർച്ചയുടെ ഈ പരിപാടിയുടെ തന്നെ സ്വഭാവം എന്നുള്ളത് നമുക്ക് രാഷ്ട്രീയമായി നമുക്ക് തോന്നുന്ന ബോധ്യം അത് തുറന്നു പറയാവുന്ന ഒരു ചർച്ച എന്ന നിലയ്ക്കാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് മറ്റ് പരിപാടികളിൽ നിന്നും മറ്റ് ചാനലുകളിലെ മറ്റ് പരിപാടികളിൽ നിന്നൊക്കെ വിഭിന്നമായി നിൽക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയമായി നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും രോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രതികരിക്കാറുണ്ട്. അപ്പോഴും ഒരു മോശം വാക്ക് ഒരാളിൽ നിന്ന് പോലും മോശം വാക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയെ മോശം പേരിൽ വിളിച്ചു എന്ന് പറയാം. അതായത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്പരം ഉപയോഗിക്കുന്ന മോശം വാക്ക് അത് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു തരം അപമാനകരമായ കാര്യമാണ്. ഡോക്ടർ അരുൺ ഇതിൽ മറുപടി നൽകാം. സ്മൃതി, ഞാൻ അധികം മറുപടി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഉണ്ണി ബാലകൃഷ്ണൻ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഉണ്ണി ബാലകൃഷ്ണൻ്റെ പേരിലാണ് ഇവർ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ക്യാമ്പയിൻ തുടങ്ങിയത്. അത് ഉണ്ണി ബാലകൃഷ്ണൻ വിശദീകരിച്ചതോടുകൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾക്കും ഇത് ബോധ്യമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ബോധ്യമായ ഒട്ടേറെ നേതാക്കൾ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിലുണ്ട് എന്നതാണ് എനിക്കേറെ സന്തോഷകരമായ കാര്യം. ഇന്ന് രാവിലെ ഈ പ്രതിഷേധം അറിയിക്കാനെത്തിയ മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മുതൽ ഒരുപാട് നേതാക്കൾ നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയും ആ തെറ്റിദ്ധാരണ അത് അവർക്കുണ്ടായി, എങ്ങനെയാണ് ആ തെറ്റിദ്ധാരണ ഉണ്ടായതെന്ന് ചോദിക്കുകയും ഞാൻ വളരെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അവരിൽ ഭൂരിഭാഗം ആളുകൾക്കും കാര്യങ്ങൾ വ്യക്തമായിരിക്കെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇപ്പോഴും ഒരു സൈബർ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം പ്രചരണം നടത്തുന്നത്. അവർക്ക് മറുപടി കൊടുക്കാനുള്ള സമയം റിപ്പോർട്ടർ ചാനലിനോ അരുൺകുമാർ എന്ന ഈ ചാനലിൻ്റെ എഡിറ്റർ ഇൻചാർജ് ആയിരിക്കുന്ന എനിക്കോ ഇപ്പോഴില്ല. പക്ഷേ നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഇത് ഈ ചാനലിനെ അല്ല യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ വിമർശിക്കാൻ ശ്രമിച്ചത്. യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗമെന്ന് ഞാൻ പറയൂ. കാരണം വളരെ ന്യൂനപക്ഷമായ വളരെ സ്ഥാപിതമായ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ എങ്ങനെ ഓജസ്സുള്ള ആർജവമുള്ള ആരോഗ്യമുള്ള ഒരു യുവജന പ്രസ്ഥാനമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതിനു പകരം കേവലം വ്യക്തിവിരോധങ്ങളിലേക്ക്, ഈഗോകളിലേക്ക്, വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് ആ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്ന വളരെ ചുരുക്കം ചില ആളുകൾ, അവർക്കാകട്ടെ ചില സൈബർ ബന്ധങ്ങൾ ആവശ്യമാണ്, സൈബർ കൊട്ടേഷനുകൾ ആവശ്യമാണ്. ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വെല്ലുവിളിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ TV എന്ന ഈ മാധ്യമത്തിലൂടെ, മീറ്റ് ദ എഡിറ്റർ എന്ന ഈ പരിപാടിയിലൂടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കണ്ട് അഭിപ്രായം രൂപീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ബുദ്ധിയാണ്. അത് യഥാർത്ഥത്തിൽ എനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യം, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എത്ര വർഷം പഴക്കമുണ്ട്. പ്രിയരഞ്ജൻ ദാസ് മുൻഷി അതിൻ്റെ ആദ്യത്തെ തലപ്പത്ത് വരുന്നത് മുതൽ ദേശീയ തലം മുതൽ ഇങ്ങോട്ട് എത്രയെത്ര പരിപാടികളിലാണ് യൂത്ത് കോൺഗ്രസ് ഇടപെട്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി അതിനൊരു കേഡർ സംവിധാനത്തിലേക്ക് മാറ്റാനൊക്കെ ശ്രമിച്ചുവെന്ന് നമുക്കറിയാം. അടിയന്തരാവസ്ഥ കാലത്ത് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്നത്, അതിനുശേഷം എങ്ങനെയാണ് ശക്തി പ്രാപിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊക്കെ ആർജവമുള്ള ഓജസ്സുള്ള ഒരു സംഘടനയായിട്ട് വളരേണ്ട ഒരു സംഘടന എങ്ങനെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തോട് ഗുസ്തി പിടിക്കാൻ ഇറങ്ങുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അവിടെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ചൊരു ആശയം ഡോൺ സ്പെയർ മീ എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് ഗുസ്തി പിടിക്കാനല്ല അദ്ദേഹം പോയത്, എന്നെ ഒഴിവാക്കുന്ന മാധ്യമങ്ങളോട് ഗുസ്തി പിടിക്കാനാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പറഞ്ഞു, എന്നെ ഒഴിവാക്കരുത്, എന്നെ വിമർശിക്കണം. കാരണം ഈ അധികാര സ്ഥാനത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഞാനാണ് മേലധികാരി എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ മാധ്യമങ്ങൾ ഇടപെട്ട് വിമർശിക്കണം എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു പേരിൽ തന്നെ അദ്ദേഹം ലേഖനങ്ങൾ എഴുതുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത്. അവരുടെയൊക്കെ പാരമ്പര്യം പിന്തുടരുന്ന ആളുകളിൽ ചില ആളുകൾ, വളരെ ന്യൂനപക്ഷം ആളുകൾ, ആ സംഘടനയ്ക്ക് പേരുദോഷം കൽപ്പിക്കുന്ന രീതിയിൽ, പ്രേക്ഷകരുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വ്യാജ വാർത്തകൾക്ക് പിന്നാലെ പോകുന്നത് എന്നെ വളരെയധികം നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ ഒരു അറ്റാക്ക് എന്നെ തെല്ലും അലട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അതൊന്നും നമ്മളെ ആരും തന്നെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ എന്നെയോ സ്മൃതിയെയോ എത്രയെത്ര സൈബർ ആക്രമണങ്ങൾക്കാണ് ഞാൻ വിധേയമാവുന്നതിൻ്റെ ഇരട്ടി സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതി, അതേപോലെ പല വിഷയങ്ങളിലും കോൺടെക്സ്റ്റിലായി ഉണ്ണി ബാലകൃഷ്ണൻ, ഇതൊക്കെ ഓരോ മനുഷ്യരുടെ അപ്പോൾ തോന്നുന്ന വൈകാരികമായിട്ടുള്ള വിക്ഷോഭമായിട്ട് മനസ്സിലാക്കുന്നു. അതിനൊന്നും മുതിർന്ന ഏതെങ്കിലും നേതാക്കൾ തലവെച്ച് കൊടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ മുതിർന്ന ചില നേതാക്കൾ കൂടി അതിന് തലവെച്ചു കൊടുത്തു എന്നതാണ് ഇത്രമേൽ ഇവരെ വളരെ എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഭയക്കുന്നത്. നാളെ അധികാരം മാറി വരുന്ന സാഹചര്യങ്ങളിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടവരാണ് ഇന്ന് യുവജന പ്രസ്ഥാനങ്ങളിലും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടി നേതാക്കൾ എന്നുള്ളതും അവർ മറന്നു പോകരുത്. ഒറ്റക്കാര്യം മാത്രമേ എനിക്ക് ഇത്തരക്കാരോട് ഓർമ്മിപ്പിക്കാനുള്ളൂ. നിങ്ങളൊരു ചാനലിനെതിരെ അല്ല യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പ്രഖ്യാപിക്കുന്നത്, അത് ഈ ചാനലിലൂടെ ഈ നമ്മളെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളെല്ലാവരെയും വളരെ വ്യക്തമായി വിലയിരുത്തുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. ഞാനിന്നത്തെ പൊതുവേദിയിൽ ഒരു പ്രേക്ഷകൻ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ അവതാരകൻ എന്നോട് പറഞ്ഞു, പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു അവതാരകൻ അല്ല, ഞാൻ പറയുന്ന അഭിപ്രായങ്ങളെ പുറത്ത് എന്നെ ഇഷ്ടപ്പെടാത്ത 100ഓളം ആൾക്കാർ എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ അവർ എന്നോട് യോജിക്കുന്ന ചില സന്ദർഭങ്ങളെങ്കിലും ഉണ്ടാവും. ഞാൻ അവരുടെ ആ മനസാക്ഷിയാണ് ഞാൻ ആദരിക്കുന്നത്.
അതല്ലാതെ ശാശ്വതമായ ഒരു ശത്രു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ആശയങ്ങളോടാണ് നമ്മൾ എപ്പോഴും പടവെട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വ്യക്തികളോട് ആരോടും ഒരു പ്രത്യേക വിരോധവുമില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലിനോട് യുദ്ധം ചെയ്തു എന്നൊരു പ്രതീകവും ഒരു പ്രതീതിയും എനിക്കില്ല. ഇനിയിപ്പോൾ ആന്റോ അഗസ്റ്റിൻ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി വളരെ വ്യക്തമായി നിയമ നടപടിക്ക് പോയിട്ടുണ്ട്. DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ശരി. Meet the editors.